സാനി ആയത്തുഫിഹി എന്നുള്ളതാണ്. നമ്മൾ സാനി ആയത്തുഫും സാനി എന്നുള്ളത് ചെരിച്ചു പിടിക്കുന്നതിനാണ് പൊതുവെ പറയാം. അഹങ്കാരത്തോടെ കഴുത്തു തിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സാനി ആയത്തുഫിഹി ലിയുളില്ല അൻ സബീലില്ല, അള്ളാന്റെ മാർഗത്തെ കുറിച്ച് ചില ആളുകൾ അഹങ്കാരത്തോടെ നടക്കുന്ന ആളുകളെ കുറിച്ചാണ് നമുക്ക് 8-ാമത്തെ ആയത്തിൽ 9-ാമത്തെ ആയത്തിൽ സൂചിപ്പിച്ചത്. അവർക്കുള്ളത് അള്ളാഹുവിന്റെ മുന്നിൽ നിന്ദ്യതയാണ് എന്നാണ്. മാത്രമല്ല അവർ ഖിയാമത്തിൽ അനുഭവിക്കേണ്ടി വരിക വനുദിയഖുഹു യൗമൽ ഖിയാമത്തി അദാബൽ ഹരീഖ് എന്നാണ്. അദാബുൽ ഹരീഖ്, ഹരീഖിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കരിച്ചു കളയുന്നത് എന്നാണ്. കരിച്ചു കളയുന്ന ചൂടേറ്റ് ഉള്ള അഗ്നിജ്വാലക്കാണ്, തീജ്വാലക്കാണ് ഹരീഖ് എന്ന് പറയാം. അപ്പൊ ആ രൂപത്തിലെ ശിക്ഷയാണ് അവർക്ക് ലഭ്യമാവുക എന്ന് പറഞ്ഞു. ശേഷം 10-ാമത്തെ ആയത്തിൽ പറഞ്ഞു ദാലിക ബിമാ ഖദ്ദമത് യദാക വഅന്നല്ലാഹ ലൈസ ബിളല്ലാമിൽ അബീദ്. അപ്പൊ ആ രൂപത്തിൽ അള്ള ശിക്ഷ റെഡിയാക്കിയിട്ടുള്ളത് നമ്മൾ മുന്നേ ചെയ്തതിന്റെ ഫലമായിട്ടാണ് അള്ള ആ ശിക്ഷ റെഡിയാക്കിയിട്ടുള്ളത് എന്നാണ്. ലൈസ ബിളല്ലാമിൽ അബീദ് എന്നാണ്. ഒരിക്കലും അനീതി അള്ളാഹു കാണിക്കുകയില്ല. ലല്ലാം അബീദ് കാണിക്കുക, അബീദിനോട് അടിമയോട് ലല്ലാമ് കാണിക്കൂല. അള്ളാഹു അനീതി കാണിക്കുന്നവനല്ല. അള്ളാഹുവിന്റെ ഒരുപാട് വിശേഷണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ നീതിയെക്കുറിച്ചും റഹ്മത്തിനെ കുറിച്ചും സഹനത്തെക്കുറിച്ചും ഇൽമിനെ കുറിച്ചും ഒക്കെയാണ് കൂടുതലായി പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ കാരുണ്യത്തെയും അള്ളാഹുവിന്റെ അനുകമ്പയെ കുറിച്ചുമാണ് കൂടുതൽ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹ് ശിക്ഷിക്കുന്നവനാണ് എന്ന് ഖുർആനിൽ വളരെ കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളത് ഈ 10-ാമത്തെ ആയത്തിൽ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട വിഷയമാണ്. 11-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് ചില ആളുകളുടെ സ്വഭാവമാണ്. വിശ്വാസപരമായി നമ്മൾ കാണിക്കുന്ന ഒരു അനീതിയാണ്. അതായത് തികഞ്ഞ മുസ്ലിമും അല്ല, തികഞ്ഞ മുശ്രിക്കും അല്ല. അതാണ് 11-ാമത്തെ ആയത്ത്. വക്കത്ത് നാരവനാസി മൈ അബ്ദുല്ലാഹ് അലാ ഹാരിഫിന് തുടങ്ങുന്ന ആയത്ത്. അപ്പൊ ചില ആളുകൾ പൂർണ്ണമായി ആണോ? ആണ്. അല്ല, അല്ല. എന്നാൽ മുശ്രിക്കാണോ? അല്ല. കാഫറാണോ? അല്ല. അങ്ങനെ പൂർണ്ണമായും മുസ്ലിമും ആയിട്ടില്ല, എന്നാൽ അപ്പുറത്ത് പോയിട്ടില്ല. നമ്മൾ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മുദബ്ദബീന ബൈന ദാലിക ലാ ഇലാഹ ഹൗലായി വലാ ഇലാഹ ഹൗലായി എന്ന് പറഞ്ഞതുപോലെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, കോഴി അയലമ്പം കയറിയത് മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന ചില മനുഷ്യന്മാരുടെ അവസ്ഥ. അതായത് ഇസ്ലാം ഈമാൻ ആഴത്തിൽ ഉൾക്കൊള്ളാതെ ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്റെ ബാധ്യതയാണെന്ന് ഒന്ന് ഉറപ്പിക്കാതെ ആ രൂപത്തിലുള്ള ചില മനുഷ്യന്മാരെ കുറിച്ചാണ് അള്ളാഹുവിടെ പറഞ്ഞിട്ടുള്ളത് എന്നാണ്. അപ്പോ ഇതിനു മുന്നേ പറഞ്ഞ മുഴുവൻ അവിശ്വാസികളെ കുറിച്ചിട്ടാണ്. ഈ 10-ാമത്തെ ആയത്ത് വരെ അള്ളാഹു പറഞ്ഞത് മുശ്രിക്കുകളെ കുറിച്ചും അവിശ്വാസികളെ കുറിച്ചും ഒക്കെ പറഞ്ഞതിന് ശേഷം അതിന് രണ്ടിനും ഇടയിൽ നിൽക്കുന്ന ചില ആളുകളെ കുറിച്ചാണ് 11-ാമത്തെ ആയത്തിൽ ആ ഹർഫിൽ ഒരു വക്കത്ത്, ഒരു എഡ്ജിൽ നിന്നിട്ട് അള്ളാഹുവിനെ ആരാധിക്കുന്നവരെന്ന പ്രയോഗം അള്ളാഹു നടത്തിയത് ആ രൂപത്തിലാണ് എന്നാണ്. അതിൽ നമുക്കുണ്ടാകുന്ന സ്വഭാവമാണോ എന്ന് നാം പരിശോധിക്കേണ്ടതാണ്. ഫഇൻ അസ്വാബഹു ഖൈറുൻ ഇത്മഅന്ന ബിഹി എന്നാണ്. ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് ബാധിക്കുമ്പോൾ എന്താണ് നമ്മുടെ സ്വഭാവം? ചെറിയൊരു സന്തോഷം ലഭിക്കുമ്പോൾ എന്താണ് നമ്മുടെ സ്വഭാവം? നമ്മുടെ പെരുമാറ്റ രീതികൾ എങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോ ചെറിയൊരു പ്രശ്നങ്ങൾ ഒരു ഭാഗം തളർന്നു തരിപ്പണമായി അല്ലെ, പിന്നെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിലേക്ക്, ശപിക്കുന്നതിലേക്ക്, ആത്മഹത്യയിലേക്ക്, മാനസികമായി തകരുന്നതിലേക്ക് എത്താത്ത ഒരു സ്വഭാവം ഉണ്ടാവണം. അങ്ങനെ എത്തുകയാണെങ്കിൽ നമ്മളും ആരാണ്? ആ ഹർഫിൽ, ആ ഒരു എഡ്ജിൽ നിന്ന് അള്ളാഹിനെ ആരാധിക്കുന്നവരായി മാറുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ പിന്നെ സന്തോഷമുണ്ടാകുമ്പോൾ അമിതമായി ആഹ്ലാദിക്കുന്ന ഒരു സ്വഭാവം, അവിടെ അള്ളാഹുവിന് ശുക്ർ ചെയ്യുക എന്നുള്ള ഒരു നിലവാരത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം എന്നുള്ളതാണ് 11-ാമത്തെ ആയത്തിൽ നമുക്ക് പഠിപ്പിക്കുന്നത് എന്നാണ്. അപ്പോ യദ്ഉ മിൻ ദൂനില്ല 12-ാമത്തെ ആയത്ത് നമുക്ക് അറിയുന്ന ആയത്താണ്. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുമ്പോൾ അവർ നമുക്ക് ഉപകാരവും ചെയ്യൂല, ഉപദ്രവവും ചെയ്യൂല ഒന്നും എന്ന് പഠിപ്പിക്കുകയാണ്. അവിടെ അല്ലാതെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളോട് ചോദിക്കുന്ന കുറെ വിഷയങ്ങളുണ്ട്. ഒന്ന് ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഒന്ന് അള്ളാഹു അല്ലാത്തവരോടും അള്ളാഹുവോടും പ്രാർത്ഥിക്കുന്ന സമൂഹം. 3 വിഭാഗത്തെ നമുക്ക് കാണാം ഇവിടെ. ഒന്ന് അള്ളാഹു അല്ലാത്തവരോടും അള്ളാഹുവോടും പ്രാർത്ഥിക്കുന്നവർ. 2-ാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുന്നു, പക്ഷേ അള്ളാഹിനെ പ്രാർത്ഥിക്കാൻ മടിയാണ്. അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുകയും എന്നാൽ പ്രാർത്ഥനയിൽ ഒരു തുടർച്ച ഇല്ലാതായി പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പിന്നെ അത് നമ്മളാണ് അല്ലെ. പിന്നെ 3-ാമതായി പ്രാർത്ഥിക്കാനേ താല്പര്യമില്ല, ആ മടിയുമായി നടക്കുന്ന ഒരു സമൂഹമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രാർത്ഥനയിൽ തുടർച്ചയുണ്ടാവണം, പ്രാർത്ഥനയിൽ അള്ളാഹുവോട് മാത്രമാകണം. ഇത് രണ്ടും നമ്മുടെ സ്വഭാവമായി മാറേണ്ടതാണ് എന്നാണ് അടുത്ത 12, 13 ആയത്തുകൾ നമുക്ക് മനസ്സിലാക്കുന്ന വിഷയം എന്നുള്ളതാണ്. യദ്ഊന മിൻ ദൂനില്ലാഹി മാ ലാ യദുറുഹു വ മാ ലാ യൻഫഉഹു ദാലിക ഹുവൽ ദലാലുൽ ബഈദ്.
ഇതിൽ കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന് ദുആ ഇബാദത്താണ്, രണ്ട് ദുആ ഇബാദത്താണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് മറ്റുള്ളവർക്ക് അർപ്പിച്ചു കഴിഞ്ഞാൽ അത് ശിർക്കാണ്. മൂന്ന്, ശിർക്ക് ചെയ്താൽ സ്വർഗം ഹറാമാണ്. നാല്, അവന്റെ തെറ്റുകൾ അള്ളാഹു പൊറുക്കുക. ഷിർക്ക് എന്നുള്ളത് തൗബ ചെയ്യാതെ അള്ളാഹു പൊറുക്കുകയില്ല. ഷിർക്കല്ലാത്ത തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു കൊടുത്തേക്കാം. അത് വിശദീകരിക്കേണ്ട ഭാഗമാണ്. ഇപ്പൊ ആ ഭാഗം അത്രേ പറയുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഒരു ഉമ്മയോട് കരയുന്ന കുട്ടിയെ പോലെ, ഉമ്മയുടെ മുന്നിൽ നിത്യമായി കരയുന്ന കുട്ടിയെ പോലെ റബ്ബിന്റെ മുന്നിൽ നിത്യമായി നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നതുപോലെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. പ്രാർത്ഥന എന്നുള്ളത് ഒരു തുടർ പ്രവർത്തനമാകണം, തുടർ പ്രക്രിയയാവണം എന്നുള്ളത് നമ്മൾ അതിന്റെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് എന്നുള്ളതാണ്. അടുത്ത 14-ാമത്തെ ആയത്തിൽ സ്വർഗത്തെ കുറിച്ച് പറയാണ്. സ്വർഗം, അതിന്റെ പ്രത്യേകത, അതിന്റെ അനുഗ്രഹം സ്വർഗത്തിൽ വിശ്വാസികൾ മാത്രമാണ് എന്നുള്ളതാണ്. അതായത് ഇന്നല്ലാഹ യുദ്ഖിലുല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, അള്ളാഹ് കുറച്ച് ആളുകളെ പ്രവേശിപ്പിക്കുകയാണ്. അങ്ങനെയല്ല ആയത്? അതെ, അള്ളാഹു ഇന്നല്ലാഹു യുദ്ഖിലുല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, അള്ളാഹ് പ്രവേശിപ്പിക്കുകയാണ്. എവിടെ? സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണം. എന്താ അവരുടെ പ്രത്യേകത? ആമനു വഅമിലു സ്വാലിഹാത്ത്. അവരുടെ പ്രത്യേകത ഒന്ന് ഈമാൻ ഉണ്ടാകും, രണ്ട് അമലു സ്വാലിഹാത്ത് ഉണ്ടാകും. അപ്പൊ എങ്ങനെയാണ് അമലു സ്വാലിഹാത്തായ അമലാവുക? എങ്ങനെയാണ് അമല് നല്ല അമലാവുക? അതിൽ ഈമാൻ ഉണ്ടാവണം എന്നുള്ളതാണ് 14-ാമത്തെ ആയത്തിൽ പഠിപ്പിച്ചത്. ഒരു അമൽ നല്ല അമലാവണമെങ്കിൽ ഈമാൻ ഉണ്ടാവണം. നമുക്കറിയാലോ, ഫമൻകാന യർജു ലിഖാ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹൻ, കഹ്ഫിലെ അവസാനത്തെ ആയത്താണ്. നിങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഫൽയഅമൽ അമലൻ സ്വാലിഹൻ, നല്ല അമൽ ചെയ്യണം. അപ്പൊ അമൽ നല്ലതാവണമെങ്കിൽ എന്താവണം? ഫമൻകാന യർജു ലിഖാ റബ്ബിഹി, അള്ളാഹിനെ കണ്ടുമുട്ടുന്ന ആഗ്രഹത്തോടു കൂടി ഒരു അമല് ചെയ്യുമ്പോഴാണ് നല്ല അമല് ചെയ്യുക. അവിടെയാണ് ഫവൈലുൽ മുസല്ലീൻ, നിസ്കാരക്കാർക്ക് നാശം എന്ന് പറഞ്ഞപ്പോ അവിടെ യുറാഊൻ എന്നൊരു പ്രയോഗമുണ്ട്. കാണാൻ വേണ്ടി, അപരനെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള അമൽ എന്നൊരു പ്രയോഗമുണ്ട്. അപ്പോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ ആരെ കാണിക്കാനാണ്? ആരെയോ കാണിക്കാൻ, വ്യക്തികളെ കാണിക്കാൻ, വ്യക്തികളെ തൃപ്തിപ്പെടുത്താൻ. അവിടെ ആടെയല്ല, ലിഖാ റബ്ബിഹി എന്നുള്ള ലക്ഷ്യം അല്പം മറന്നുപോയി. അപ്പോ ഒരു അമലാവാൻ, നല്ല അമലാവാൻ ചെയ്യേണ്ടത് എന്തായിരിക്കണം? ഈമാൻ ഉണ്ടായിരിക്കണം. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ? ലിഖാ റബ്ബിഹി, എന്റെ റബ്ബി എന്നെ കാണും, ഇത് റബ്ബ് കാണാനാണ് ചെയ്യുന്നത്, ഇത് അള്ളാഹുവിനെ തൃപ്തിക്കാണ് ചെയ്യുന്നത്. ഈ ഒരു ബോധമാണ് അവിടെ ഈമാൻ എന്നുള്ളത്. അപ്പൊ ആ ഈമാൻ ഉണ്ടാകുമ്പോഴാണ് അമലു സാലിഹാത്ത് ആയി മാറുകയുള്ളൂ. അങ്ങനെ ഒരാൾ ഈമാനോട് കൂടി സൽപ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവന് ലഭിക്കുന്നതാണിത് ജന്നാത്ത്, സ്വർഗം. സ്വർഗം എന്ന് പറയുമ്പോൾ സ്വർഗത്തിന് ഒരുപാട് വാതിലുകൾ ഉണ്ടല്ലോ. ബാബു സലാത്ത്, ബാബുൽ ജിഹാദ്, ബാബു റയ്യാൻ, ബാബു സദഖ, ബാബുൽ മുതവക്കിലിൻ, ബാബു ബിറുൽ വാലിദൈൻ, ബാബു ദിക്ർ, ബാബു തായിബിൻ. 8 വാതിലുകൾ സ്വർഗത്തിനുണ്ട് ഈ രൂപത്തിൽ. അപ്പൊ അങ്ങനെ ജന്നാത്ത്, സ്വർഗത്തിൽ അവർ പ്രവേശിപ്പിക്കപ്പെടും. ആ സ്വർഗത്തിന്റെ പ്രത്യേകത എന്താ? മിൻ തഹ്തിൽ അൻഹാർ ഇന്നല്ലാഹു യഫ്അലു മാ യുരീദ്. അപ്പം അള്ളാഹ് ഉദ്ദേശിക്കുന്നതാണ് അള്ളാഹ് ചെയ്യുക. അള്ളാഹ് എല്ലാവരും സ്വർഗത്തിൽ എത്തിക്കോ? അതൊന്നുമില്ല. പക്ഷെ അള്ളാഹ് ഉദ്ദേശിക്കുന്നവരെയാണ് എത്തിക്കുക. അപ്പൊ ആരെ എത്തിക്കുക? ഈമാനും അമലും സാലിഹാത്തും ഉണ്ടാവണം എന്നുള്ളതാണ്. 15-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയാണ്, നമ്മള് പലപ്പോഴും ചില ആളുകൾ, അള്ളാഹുവിന്റെ ശത്രുക്കൾ പലപ്പോഴും കളിയാക്കും, അമ്പിയാക്കന്മാരെ കളിയാക്കി അള്ളാഹുവിനെ കളിയാക്കും. അപ്പൊ അവർക്കുള്ള മറുപടിയായിട്ട് അള്ളാഹ് പറയാണ്, നിങ്ങൾ വിചാരിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ എതിർക്കുമ്പോ, കളിയാക്കുമ്പോ, കൊല്ലാൻ ശ്രമിക്കുമ്പോ, തർക്കിക്കുമ്പോ ഒക്കെ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളാണ് ജയിക്കുക എന്നാണ്. നിങ്ങൾ ജയിക്കൊന്നുമില്ല. പിന്നെ നിങ്ങൾ പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗമോ പ്രശ്നമോ പ്രയാസമോ ഉപദ്രവമോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോ നിങ്ങളുടെ തോന്നൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിന് സഹായമില്ല എന്നാണല്ലോ. അതാണ് 15-ാമത്തെ ആയത്തിന്റെ ആശയം. അപ്പോ അള്ളാഹ് പറയാണ്, കളിയാക്കുകയാണ്, അള്ളാഹ് വെല്ലുവിളിക്കുകയാണ്. എന്ത്? നിങ്ങൾ വിചാരിക്കാണ് നബിക്ക് അള്ളാഹുടെ സഹായം കിട്ടൂല, നിങ്ങൾ വിചാരിക്കാൻ. നിങ്ങൾ അങ്ങനെ തോന്നുന്നു വേണ്ട. അങ്ങനെ ഒരു കാര്യം ചെയ്യും. നമ്മുടെ നാട്ടിൽ ഒരു പ്രയോഗം ഉണ്ടല്ലോ, പോയി തൂങ്ങിച്ചാവണോ എന്ന് പറയാറുണ്ടല്ലോ. അതേപോലെ അള്ളാഹ് പറയാണ്, അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹ് സഹായിക്കൂല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, ആകാശത്തേക്ക് കയറ് കെട്ടുക. 2-3 വ്യാഖ്യാനങ്ങൾ ആയതിന് വന്നിട്ടുണ്ട്. ആകാശത്തിലേക്ക് കയറ് കെട്ടുക, എന്നിട്ട് ആ കയറ് പിടിച്ച് നിങ്ങൾ കയറുക. അല്ലെങ്കിൽ എന്താ, നിങ്ങൾ പോയിട്ട് ആ ആകാശത്ത് തൂങ്ങിച്ചാകുക, എന്നിട്ട് നിങ്ങൾ ആ കയറ് മുറിച്ച് കളയുക.
എങ്ങനെയൊക്കെ പ്രയോഗങ്ങൾ അവിടെ വന്നിട്ടുണ്ട് എന്നാണ്. ഫല്യംദുദ് ബിസബബിൻ ഇല സമായി സുമ്മ യഖ്തഅ ഫല്യൻദുർ ഹൽ യുദ്ഹിബന്ന കൈദുഹുമാ യഗീദ്. നിങ്ങൾ അങ്ങനെ എന്ത് ചെയ്താലും നിങ്ങൾ വിചാരിക്കും സഹായം റസൂലുള്ളാഹിക്ക് ഇല്ല എന്ന് വിചാരിക്കും. അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ട, റസൂലുള്ളാഹി അള്ളാഹു സഹായിക്കും എന്നിവിടെ പഠിപ്പിക്കണം. അപ്പൊ ആ രൂപത്തിൽ നിങ്ങൾ വെറുപ്പിക്കുന്ന ഏത് രൂപത്തിൽ നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയാലും സഹായം അള്ളാഹു ചെയ്യും. അള്ളാഹുവിന് സഹായം ഉണ്ടാവും. അള്ളാഹിന്റെ സഹായം നിർത്തലാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അള്ളാഹ് നബിയെ സഹായിക്കും എന്ന് പറയണം. അടുത്ത ആയത്ത് 16 വക്കദാലിക അൻസൽനാഹു ആയാത്തിൻ ബയ്യിനാത്ത് വഅന്നല്ലാഹ യഹ്ദി മയ്യുരീദ്. അപ്പൊ അള്ളാഹ് അവന്റെ ആയത്തുകളെ ഇറക്കുകയാണ്. അപ്പോ ആ രൂപത്തിൽ ആയത്തിൽ ഇറക്കിയ അന്നല്ലാഹ യഹ്ദി മയ്യുരീദ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഇന്നല്ലാഹ യഫ്അലു മാ യുരീദ്. അതിന്റെ മറ്റൊരു പ്രയോഗമാണ് വഅന്നല്ലാഹ യഹ്ദി മാ യുരീദ്. അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്കാണ് ഹിദായത്ത് കൊടുക്കുക. പിന്നെ 17 ആയത്തിൽ പറഞ്ഞു 4 വിഭാഗങ്ങൾ 6 വിഭാഗങ്ങളെ പറഞ്ഞു. ഒന്ന് ഇന്നല്ലദീന ആമനു മുഅ്മിനുകളും വല്ലദീന ഹാദു യഹൂദികളും വസ്സാബിഈന സാബിഈങ്ങള് വന്നസ്വാറ നസ്വാറാക്കള് വൽ മജൂസ മജൂസികൾ വല്ലദീന അശ്റകു മുശ്രിക്കുകൾ. അപ്പൊ ഇത്രയും ആളുകളെ കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു ഇന്നല്ലാഹ യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവർക്കിടയിൽ അള്ളാഹു തീർപ്പ് കൽപ്പിക്കും. എപ്പോഴാണ് തീർപ്പ് കൽപ്പിക്കുക? യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹു തീർപ്പ് കൽപ്പിക്കും. ഏറെക്കുറെ ഇതിന് സമാനമായ ആശയമാണ് 56 ആയത്ത്. അതായത് 17 ആയത്തിന് ആ ആയത്തിൽ പറഞ്ഞ ഇന്നല്ലാഹ യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമ എന്നുള്ളതിന് സമാനമായ ആശയമാണ് 56 ആയത്തിൽ അല്ലാഹു പറഞ്ഞു അൽ മുൽക്കു യൗമ ഇതിലില്ല യഹ്കുമു ബൈനഹും. അൽ മുൽക്കു യൗമ ഇതിലില്ല, അന്നേ ദിവസം അള്ളാഹിന്റെ അടുത്താണ് അധികാരം ഉണ്ടാവുക. യഹ്കുമു ബൈനഹും, അള്ളാഹു അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കും എന്ന് അള്ളാഹു പറയാണ്. അപ്പൊ അതിനുശേഷം വീണ്ടും മറ്റൊരായത്ത് 18 ആയത്താണ്. 18 ആയത്ത് എന്നാൽ തിലാവത്തിന്റെ സുജൂദുള്ള ആയത്താണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ് സൂറത്ത് ഹജ്ജിൽ 2 തിലാവത്തിന് സുജൂദ് വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തതാണ് ഇത്. അതിൽ പിന്നെ 18 ആയത്തിൽ അള്ളാഹു പറഞ്ഞതാണ് എന്ത്? അലം തറ, നീ കാണുന്നില്ലേ? അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്. അപ്പോ സുജൂദ് ചെയ്യുന്ന 14 സന്ദർഭമാണ് ഖുർആൻ ആകെ ഉള്ളത് നമ്മൾ പറഞ്ഞു. അതിൽ സൂറത്തുൽ ഹജ്ജിലുള്ള ആദ്യ ഭാഗമാണ് ഇത്. അപ്പോ സുജൂദ് ചെയ്യുന്ന 6 വിഭാഗങ്ങളെ കുറിച്ച് അള്ളാഹു ഇവിടെ വിശദീകരിക്കുകയാണ്. വലില്ലാഹി യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്. ആകാശങ്ങളിലുള്ളവർ സുജൂദ് ചെയ്യുന്നു. വമൻ ഫിൽ അർളി, ഭൂമിയിലുള്ളവർ. വശംസു, സൂര്യൻ. വൽ ഖമർ, ചന്ദ്രൻ. വന്നുജൂം, നക്ഷത്രങ്ങൾ. വൽ ജിബാൽ, പർവ്വതങ്ങൾ. വശജറു, മരങ്ങൾ. വദ്ദവാബ്, ജീവികൾ ഒക്കെ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിന് സുജൂദ്. വകസീറും മിനന്നാസ്, ജനങ്ങളിൽ അധികം ആളുകളും സുജൂദ് ചെയ്യുന്നു. ഇങ്ങനെ എല്ലാവരും എന്ത് ചെയ്യുന്നു? എല്ലാവരും അള്ളാഹുവിന് കീഴ്പ്പെടുന്നു എന്ന് പറയണം. അപ്പൊ ഇവരൊക്കെ അള്ളാഹുവിന് കീഴ്പ്പെടുന്നു. വകസീറുൻ മിനന്നാസി, ജനങ്ങളിൽ അധിക പേരും കീഴ്പ്പെടുന്നു. വകസീറുൻ ഹഖ അലൈഹിൽ അദാബ്, എല്ലാവരും ഉണ്ടോ? ഇല്ല. എല്ലാ ജനങ്ങളും ഉണ്ടോ? ഇല്ല. കസീറാണ്, കുറെ ജനങ്ങൾ എന്ത് ചെയ്യുന്നു? അള്ളാഹുൽ കീഴ്പ്പെടുന്നവരാണ്. എന്നാൽ കുറെ വകസീറുൻ ഹഖ അലൈഹിൽ അദാബ്, കുറെ ആളുകൾ ശിക്ഷ ഉറപ്പായവരാണ്. അപ്പൊ 2 പാർട്ടാക്കണം അവിടെ അള്ളാഹ്. അതേ സ്ഥാനത്ത് ദവാബ്, ജീവജാലങ്ങള്, ഷജർ, മരങ്ങൾ, ജിബാൽ, പർവ്വതങ്ങൾ, നുജൂം, നക്ഷത്രങ്ങൾ, ഖമർ, ചന്ദ്രൻ, ശംസ്, സൂര്യൻ, അർള്, ഭൂമിയിലുള്ളവർ, സമാവാത്ത്, ആകാശങ്ങളിലുള്ളവർ എല്ലാവരും യസ്ജുദു ലഹു, സുജൂദ് ചെയ്യുന്നു. പക്ഷെ എല്ലാവരും, അവിടെ ആർക്കും ഒരു ഓപ്ഷൻ ഇല്ല, എല്ലാവരുമാണ്. ദവാബിൽ ഇന്നയാളുന്നുണ്ടോ? ഇല്ല. ഷജറിൽ ഇന്നയാളുന്നുണ്ടോ? ഇല്ല. അവരൊക്കെ കൃത്യമാണ്, പൂർണ്ണമാണ്, 100%. മിആ ഫീ മിആ എന്ന് പറഞ്ഞതുപോലെയാണ്. എന്നാൽ മനുഷ്യരെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു വന്നാസി, ജനങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ വകസീറുൻ മിനന്നാസ്, ജനങ്ങളിൽ അധികം ആളുകളും സുജൂദ് ചെയ്യുന്നവരാണ്. എന്നാലോ വകസീറുൻ ഹഖ അലൈഹിൽ അദാബ്, ജനങ്ങളിൽ അധികം ആളുകളും ശിക്ഷ ഉറപ്പായവരുമാണ്. അപ്പൊ ജനങ്ങൾ 2 തരക്കാരുണ്ട്. എന്താണ്? ഒരു ഭാഗം സുജൂദ് ചെയ്യുന്നവരാണ്, ഒരു ഭാഗം സുജൂദ് ചെയ്യാത്തവരാണ്. അവിടെയാണ് നമുക്ക് അറിയുന്ന ഒരു ആയത്ത് എന്ത്? ഇനൽ ഇൻസാന ലിറബ്ബിഹി ല കനൂദ്, കനൂദ്, നന്ദി കെട്ടവൻ മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതിനുശേഷം 19 ആയത്താണ്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സുജൂദിലുള്ള പ്രാർത്ഥന നമുക്ക് അറിയാത്തവർ എന്ത് ചെയ്യണം?
ആ പ്രാർത്ഥന പഠിക്കണം എന്നുള്ളതാണ്. മാത്രമല്ല സുജൂദിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹുമായി ഏറ്റവും കൂടുതൽ അടുത്ത സമയം സുജൂദാണ് അല്ലെ. അഖറബുമായ യക്കൂനു മിർ റഹ്മത്തി റബ്ബി എന്ന് പറയുന്നുണ്ടല്ലോ. അള്ളാഹുമായി ഏറ്റവും കൂടുതൽ അടുത്ത സമയം സുജൂദാണ്. അതുകൊണ്ടാണ് ഓരോ സുജൂദും പാപം പൊറുക്കപ്പെടും എന്ന് പറഞ്ഞു, ഓരോ സുജൂദും ദറജകൾ ഉയർത്തപ്പെടും എന്ന് പറഞ്ഞു, ഓരോ സുജൂദും സ്വർഗത്തിൽ സ്ഥാനം ഉറപ്പിക്കപ്പെടും എന്ന് പറഞ്ഞു, ഓരോ സുജൂദും അള്ളാഹുമായി അടുത്ത സ്ഥലമാണ് എന്ന് പറഞ്ഞു. അപ്പൊ 4 കാര്യമാണ് സുജൂദിനെ കുറിച്ച് നമ്മളിവിടെ സാന്ദർഭികമായി മനസ്സിലാക്കേണ്ടത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ താമസിക്കാൻ, സ്വർഗത്തിൽ കൂടെയാകാൻ എന്താ കാരണം പറഞ്ഞത്? സുജൂദ് അധികരിപ്പിക്കുക എന്നാണ്. സുജൂദ് ചെയ്യുന്നവനെ നരകം സ്പർശിക്കൂല എന്നാണ്. അപ്പൊ ഈ രൂപത്തിൽ സുജൂദിനെ കുറിച്ച് വന്ന മഹത്വങ്ങൾ അതിനിടയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്നർത്ഥം. പിന്നെ 19-ാമത്തെ ആയത്താണ് ഹാദാനി ഖസ്മാനി ഇഖ്തസ്മു ഫീ റബ്ബിഹിം വല്ലദീന കഫറു ഖുത്തിഅത ലഹും സിയാബു മിൻ നാരിൻ യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം. അവിടെ താർക്കികന്മാരെ കുറിച്ച് തന്നെ പറയാം. അല്ലാഹ് ചില ആളുകളെ ചില രൂപത്തിലേക്ക് എന്ത് ചെയ്യാണ് കൊണ്ടുപോകണം, കക്ഷികളാക്കിയില്ലേ. 2 കക്ഷികളെ കുറിച്ച് പറയണം, തർക്കിക്കുന്ന 2 കക്ഷികൾ. ആ കക്ഷികൾക്കുള്ള ശിക്ഷയെ കുറിച്ച് പറയണം. ആ ശിക്ഷയിൽ എന്താണ്? തറാബീലാണ്, അല്ല സിയാബാണ്, സിയാബുൻ മിന്നാരാണ് അല്ലെ, സിയാബുൻ മിന്നാരാണ്. അവർക്ക് നരകത്തിലുള്ള വസ്ത്രം നൽകപ്പെടും. ഗൗണിനാണ് സിയാബ് എന്ന് പൊതുവെ പറയുക. അപ്പൊ ഗൗൺ, അപ്പൊ നരകത്തിലുള്ള വസ്ത്രം അവർക്ക് നൽകപ്പെടും എന്ന് പറഞ്ഞു. മാത്രമല്ല മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം, മിൻ ഫൗഖ് മുകളിൽ നിന്നും, മുകളിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? യുസബ്ബു ആണ്, കോരിച്ചൊരിയപ്പെടുന്നതാണ് അല്ലെ. സബ്ബ അന്നാ സബബ്നൽ മാഅ സബ്ബ അല്ലെ, വെള്ളം കോരിച്ചൊരിഞ്ഞ് നാം അയക്കുകയാണ്. അപ്പോ യുസബ്ബു വെള്ളം പാരുകയാണ്, വെള്ളം ഒഴിക്കുകയാണ്, കോരിച്ചൊരിയുന്ന വെള്ളമാണ്. എങ്ങനെ? യുസബ്ബു മിൻ ഫൗഖി റൂസിഹിം, റൂസ് അവരുടെ തലയുടെ മുകളിലൂടെ എന്ത് ചെയ്യാണ്? ചുട്ടുപഴുത്ത ദ്രാവകങ്ങൾ ഒഴിക്കപ്പെടുന്നു. 1. രണ്ടാമതായി എന്താ? സിയാബുൻ മിന്നാർ, നരകത്തിലെ വസ്ത്രമാണ്. അപ്പൊ തീ കൊണ്ടുള്ള വസ്ത്രവും അതോടൊപ്പം തന്നെ ചുട്ടുപഴുത്ത ജലം തലയിലൂടെ ഒഴിക്കുകയും ചെയ്യുന്നു. വസ്ത്രം ധരിക്കുമ്പോൾ തന്നെ ഉരുകാൻ തുടങ്ങും, ശരീരവുമായി ഒട്ടി നിൽക്കുന്ന വസ്ത്രമാണല്ലോ, ഉരുകാൻ തുടങ്ങും. കൂടുതൽ മുകളിൽ നിന്ന് ഒഴിക്കുകയാണെങ്കിലോ ഒന്നുകൂടി ശിക്ഷ കഠിനമാണ്. അപ്പം ആ താർക്കികന്മാർക്കുള്ള ശിക്ഷയാണ് അള്ളാഹു പറഞ്ഞ 2 തരം ശിക്ഷയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 1 എന്തേനു? സിയാബിൻ മിന്നാരിൻ, 2 യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം. അപ്പൊ ഈ ശിക്ഷ ലഭിക്കുമുണ്ടാകുന്ന അവസ്ഥാന്തരം എന്താണ്? യുസ്ഹറു ബിഹി മാഫി ബുതൂനിഹിമുൽ ജുലൂദ്, യുസ്ഹറു ബിഹി മാഫി ബുതൂനിഹിമുൽ ജുലൂദ്. എല്ലാം എന്താവും? സ്വാഭാവികമാണ്, എല്ലാം ഒലിക്കപ്പെടും അല്ലെ. കംപ്ലീറ്റ് പൊട്ടി ഒലിക്കപ്പെടുന്ന ഒരു രംഗം ഉണ്ടാവുകയാണ്. അങ്ങനെ ആ പൊട്ടി ഒലിക്കുന്ന രംഗത്തിൽ അവരുടെ വയറിലുള്ളതെല്ലാം ഉരുകിപ്പോകുന്നു അല്ലെ, ശരീരം ഉരുക്കപ്പെടുന്നു. അങ്ങനെ യുസ്ഹറു, അങ്ങനെ ഉരുക്കപ്പെടുന്നു അല്ലെ, ഈയം ഉരുക്കുക എന്നെല്ലാം പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഉരുക്കപ്പെടുമ്പോ സംഭവിക്കുന്ന ഒരു സംഭവമാണെന്ത്? ആ പ്രയാസത്തിൽ, ആ വിഭ്രാന്തിയിൽ, ആ ആ ബേജാറിൽ നിൽക്കുമ്പോഴാണ് എന്ത്? വലഹും മഖാമിഉ മിൻ ഹദീദ്, മഖാമിഉകൾ വരെയാണ്. മഖാമിഉ എന്ന് പറഞ്ഞാൽ ദണ്ഡുകളാണ്. മഖാമിഉ എങ്ങനെ? ഇരുമ്പുകളാലുള്ള ദണ്ഡുകൾ അവരുടെ മേൽ അടിക്കപ്പെടുകയാണ്. അപ്പൊ മലക്കുകളെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇവര് അങ്ങനെ ഉരുകി ഒലിക്കപ്പെടുമ്പോ അല്ലെ, അങ്ങനെ അവരുടെ ആ ശരീരവും വയറിൽ നിന്നൊക്കെ ഉരുക്കപ്പെടുകയാണല്ലോ അല്ലെ. നമ്മള് വെള്ളം ഒഴിക്കുന്നു, ആ ഉരുക്കപ്പെടുമ്പോ സംഭവിക്കുന്നത് മലക്കുകൾ കൂടി വരികയാണ്. ആ മലക്കുകളെ കൊണ്ടുള്ള അടികൾ സംഭവിക്കണം. അല്ലാഹു നമുക്ക് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ വലഹും മഖാമിഉ മിൻ ഹദീദ്, ഇരുമ്പുകളാൽ കൊണ്ട് ദണ്ഡുകൾ അവർക്കുണ്ട് എന്നാണ് ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അത് മലക്കുകൾ അവരെ അടിക്കുമെന്നാണ്. അതായത് ഈ നരകത്തിലേക്ക് ഏൽപ്പിക്കപ്പെട്ടല്ലോ. അപ്പോ ഈ തീജ്വാല ഉണ്ടാകുമ്പോൾ, ശിക്ഷയുണ്ടാകുമ്പോൾ മനുഷ്യൻ പെടക്കുകയാണ്. അങ്ങനെ ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഓടി പുറത്തേക്ക് ഇറങ്ങാൻ രക്ഷപ്പെടുകയാണ്. ആ രക്ഷപ്പെടാൻ നേരത്തെ എന്ത് ചെയ്യാണ്? മലക്കൾ അവരെ ഇരുമ്പ് ദണ്ഡുകളെ കൊണ്ട് ശക്തമായി അടിക്കും എന്നാണ്. വലഹും മഖാമിഉ മിൻ ഹദീദ്. പിന്നെ 22-ാമത്തെ ആയത്ത്, അങ്ങനെ അവർ പുറത്തു പോകാൻ നോക്കും. ഇദാ കുല്ലമാ അറാദു അൻ യഖ്റുജു മിൻഹാ മിൻ ഗമ്മിൻ ഉഈദു ഫീഹാ. അങ്ങനെ അവർ കുല്ലമാ അറാദു, അവർ ഉദ്ദേശിക്കുകയാണ് ഇതിൽ നിന്നും അൻ യഖ്റുജു മിൻഹാ, ആ നരകത്തിൽ നിന്നും, അൻ യഖ്റുജു മിൻ ജഹന്നം, ആ നരകത്തിൽ പുറത്തേക്ക് വരാൻ അവർ ആഗ്രഹിക്കുമ്പോൾ മിൻ ഗമ്മിൻ ഉഈദു ഫീഹാ, അവരിലെ തിരിച്ചങ്ങോട്ടേക്ക് അടിച്ചങ്ങോട്ടേക്ക് അയക്കണം. എന്നിട്ട് പറയാണ് വദൂഖു അദാബൽ ഹരീഖ്, അനുഭവിച്ചോ നിങ്ങൾ അദാബുൽ ഹരീഖ്, ആ ശിക്ഷ അനുഭവിച്ചോ എന്ന് മലക്കുകളോട്
പറയപ്പെടുകയാണ്. അപ്പൊ ആ ഒരു അവസ്ഥ അവർക്കുണ്ടാകും എന്നാണ് ഖുർആൻ പറഞ്ഞത്. പിന്നെ 22-ാമത്തെ ആയത്ത് നേരെ 23-ാമത്തെ ആയത്ത് നേരെ അടുത്ത ശിക്ഷയാണ്, അതായത് അടുത്ത രക്ഷയാണ്. ഇവിടെ വരെ ശിക്ഷ പറഞ്ഞപ്പം എന്നാൽ ഈ രൂപത്തിലല്ലാതെ അള്ളാഹുവിനനുസരിച്ച അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കുറച്ച് ആളുകൾ ഉണ്ടാവുമല്ലോ, അവർക്ക് അള്ളാഹു കൊടുക്കുന്ന സുഹൃതങ്ങളെ കുറിച്ച് പറയാണ്. എന്താണ്? ഒന്ന്, യുദ്ഖലുല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അത്ര മുകളിൽ പറഞ്ഞല്ലോ. യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ വലുഅലുഅ. യുഹല്ലൗന ഫീഹാ, അവർക്ക് ധരിക്കപ്പെടുന്നതാണ്. എന്തൊക്കെയാ ധരിക്കപ്പെടുക? ഒന്ന്, അസാവിർ, സിവാർ എന്ന് പറഞ്ഞാൽ എന്താ? വള. അസാവിർ, വളകൾ ധരിക്കപ്പെടുന്നതാണ്. ആ വളയുടെ പ്രത്യേകത സ്വർണ്ണ വളകളാണ്. വലുഅലുഅൻ, മുത്തുകളാണ്. ഈ മുത്തുകളും സ്വർണ്ണ വളകളും അവർക്ക് ധരിക്കപ്പെടും. വലിബാസുഹും ഫീഹാ ഹരീർ, മാത്രല്ല നല്ല പട്ടുവസ്ത്രങ്ങളാണ് അവർക്ക് ഉണ്ടാവുക എന്നാണ്. അപ്പൊ പട്ടുവസ്ത്രം എന്ന് എടുത്തു പറയാൻ കാരണം എന്താ? ആ കാലഘട്ടത്തിലുള്ള കിസ്ര കൈസർ രാജാക്കന്മാരൊക്കെ അവരുടെ ആഭരണം മാത്രമല്ല, അവരുടെ വസ്ത്രങ്ങൾ സ്വർണം കൊണ്ടുള്ള വസ്ത്രങ്ങൾ അവർ ധരിച്ചിരുന്നു എന്നാണ്. പഴയ കാലത്ത്, പൂർവകാലത്ത് ആഡംബരത്തിന്റെ, ആഢ്യത്തരത്തിന്റെ വസ്ത്രമായി സ്വർണത്തിന്റെ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു എന്ന് ചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. രാജാക്കന്മാരൊക്കെ ആ രൂപത്തിൽ വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങിയിരുന്നു എന്നാണ്. സ്വർണത്തിന്റെ വസ്ത്രം, നമ്മൾ ലിനൻ ഡ്രസ് എന്നെല്ലാം പറയും പോലെ സ്വർണത്തിന്റെ വസ്ത്രം അവർ ധരിച്ചിരുന്നു എന്ന് ചരിത്രങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോ അതേപോലെ തന്നെ ഇവിടെ ഒരു തരി സ്വർണം വാങ്ങാൻ ഇപ്പൊ പ്രത്യേകിച്ച് എത്ര ലക്ഷം രൂപ ഒരു പവനുള്ളത് അല്ലെ? അപ്പോ ഒരു തരി സ്വർണം വാങ്ങാൻ കഴിവില്ലാത്തവർക്കും അള്ളാഹു അവിടെ സ്വർണം ധരിക്കപ്പെടും. അവിടെ എല്ലാവർക്കും സ്വർണം ഹലാലാക്കപ്പെടും. മാത്രമല്ല, സ്വർണം എന്നുള്ളത് എന്താണ്? വസ്ത്രമായി തന്നെ ധരിക്കുവാൻ സാധിക്കും. അള്ളാഹു ഉൾപ്പെടുത്തുമാറാട്ടെ. വലിബാസുഹും ഫീഹാ ഹരീർ. അപ്പൊ പട്ടും സ്വർണവും അനുവദിക്കപ്പെടും എന്നല്ല പറഞ്ഞത്, അത് അവിടെ വസ്ത്രമായി തന്നെ അവർക്ക് നൽകും എന്നാണ് പറഞ്ഞത്. ഇത് ഏത് കാലഘട്ടത്തിലാണ് പറയുന്നത്? ഒരു ഭാഗത്ത് ആഢ്യത്തരത്തിന്റെ ഭാഗമായി സ്വർണത്തിന്റെ വസ്ത്രം ധരിച്ചിറങ്ങുന്ന കിസ്ര കൈസർ പോലെ രാജാക്കന്മാരുടെ കാലഘട്ടം. മറ്റൊരു ഭാഗത്ത് ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ ഒരു തരി സ്വർണം പോലും ധരിക്കാനും കഴിയാതെ, വസ്ത്രം ധരിക്കാനും കഴിയാതെ നടക്കുന്ന ഒരു സമൂഹം മറ്റൊരു ഭാഗത്തും. ആ കാലഘട്ടത്തിൽ രണ്ടുപേർക്കുമായിട്ടാണ് ഖുർആൻ പറയുന്നത്. എന്തുണ്ടാകും? നിങ്ങൾ ആരും ബേജാറാവേണ്ട ആവശ്യമൊന്നുമില്ല, വെപ്രാളപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. സ്വർഗത്തിൽ എന്തൊക്കെ ലഭിക്കും? ഹരീർ ഉണ്ടാകും, പട്ടുണ്ടാകും. ആ ഹരീറിന്റെ പ്രത്യേകത എന്താണ്? ആ രൂപത്തിൽ എല്ലാവർക്കും ധരിക്കാം. സ്വർണ്ണം ഉണ്ടാകും, സ്വർണത്തിന്റെ പ്രത്യേകത അത് എല്ലാവർക്കും അനുവദിക്കപ്പെട്ടതാണ്. സ്വർണത്തിന്റെ വളകൾ ഉണ്ടാകും. ആ രൂപത്തിൽ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പിന്നെയുള്ളത് 24-ാമത്തെ ആയത്താണ്. വഹുദു ഇല ത്വയ്യിബി മിനൽ ഖൗലി വഹുദു ഇല സിറാത്തുൽ ഹമീദ്. സിറാത്തുൽ ഹമീദ് എന്ന് പറഞ്ഞാൽ സ്തുത്യർഹമായ മാർഗം, അല്ലെങ്കിൽ സ്തുത്യർഹമാക്കപ്പെട്ടവന്റെ മാർഗം എന്നാണ്. അപ്പൊ ഏതായാലും അവിടേക്ക് അങ്ങനെ നയിക്കപ്പെടുന്നു. വഹുദു ഇല ത്വയ്യിബി മിനൽ ഖൗലി, ഖൗലിൽ നിന്നും നല്ലതിലേക്ക് അവർ നയിക്കപ്പെടും എന്നാണ്. നമുക്ക് സൂറത്ത് ഇബ്രാഹിമിലെ ആയത്ത് നമുക്കറിയാലോ. സൂറത്ത് ഇബ്രാഹിമിലെ 35-ാമത്തെ ആയത്താണ്. ഒരു കലിമത്തുൻ ത്വയ്യിബ, ഷജറത്തുൻ ത്വയ്യിബ എന്ന പ്രയോഗം നമുക്കറിയാലോ, വിശദീകരിക്കുന്നില്ല. പിന്നെ 25-ാമത്തെ ആയത്താണ്. 25-ാമത്തെ ആയത്താണ് മറ്റൊരു വിഷയത്തിലേക്ക് അള്ളാഹു വീണ്ടും പോവുകയാണ്. അതായത് ആ കാലഘട്ടത്തിൽ 25-ാമത്തെ ആയത്തിന്റെ പശ്ചാത്തലം, ആ കാലഘട്ടത്തില് മുശ്രിക്കുകൾ എന്ത് ചെയ്തിരുന്നു? മുശ്രിക്കുകള് എന്താണ്, അബൂലഹബും അബൂ താലിബും ഒക്കെ അടങ്ങുന്ന ആ മുശ്രിക്കൾ അവരുടെ പ്രൗഢിത്തരം കൊണ്ട് തന്നെ അവർ പലപ്പോഴും മറ്റുള്ളവരെ കഅബയിൽ കയറാൻ അംഗീകരിച്ചിരുന്നില്ല. അല്ലെ, നമുക്കറിയാം ഒരുപാട് വിശ്വാസത്തിന്റെ പേരിൽ, ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ മുസ്ലിങ്ങളായ ഇസ്ലാം സ്വീകരിച്ച പലരെയും കഅബയിൽ കയറാൻ വിട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും കഅബയിൽ കയറി സുജൂദ് ചെയ്തു എന്ന് പറയുമ്പോൾ അവർക്കുണ്ടായിരുന്ന രോഷം നമുക്കറിയാം. സൂറത്തുൽ അലഖിലെ കല്ലാലാ തുതിഉഹു വസ്ജുദ് വഖ്തരിബ് എന്ന ആയത്തിന് അമാനിമൂലയുടെ വിശദീകരണം ഒന്ന് വായിച്ചു നോക്കിയാൽ നന്നാകുമെന്ന് ഓർപ്പിക്കണം. അതോടൊപ്പം തന്നെ അവർ അവരുടേതായി മാറ്റിയിരുന്നു. കഅബ ഞങ്ങളുടേതാണ്, ഞങ്ങളുടെ തറവാട് ആണ്, ഞങ്ങളുടെ തറവാട് സ്വത്താണ്, ഞങ്ങൾക്ക് മാത്രമേ ഇവിടെ കയറാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹാഷിം തറവാട്ടുകാർക്കും ഖുറൈശി ഗോത്രങ്ങൾക്കും മാത്രം അവകാശപ്പെട്ടതല്ല ഈ കഅബ. അത് ജനകീയമാണ്, എല്ലാവർക്കും ഉള്ളതാണ് എന്ന ഒരു ശൈലിയാണ് സൂറത്തു ഹജ്ജിൽ 25-ാമത്തെ ആയത്തിൽ പറഞ്ഞത്. അവിടെ പറയാണ്, ഇന്നലദിന കഫറു വയസുദ്ദൂന അൻ സബീലില്ലാഹി വൽ മസ്ജിദിൽ ഹറാം. അള്ളാന്റെ പള്ളിയെ തൊട്ട് തടയുന്ന ആളുകൾ ഉണ്ടല്ലോ,
അല്ലദി ജഅൽനാഹു ലിന്നാസി സവാഅൻ. അല്ല ഈ പള്ളിയാക്കിയത് നിങ്ങളെ തടയാൻ വേണ്ടിയിട്ടൊന്നല്ല. ജഅൽനാഹു ലിന്നാസി, ജനങ്ങൾക്ക് അതിനെ ആക്കിയത് സവാഅൻ, തുല്യമായിട്ടാണ്, ഒരുപോലെയാണ്. എങ്ങനെ? അൽ ആകിഫു ഫീഹി വൽ ബാദ്. ആർക്കൊക്കെ? അൽ ആകിഫു ഫീഹി, അവിടെ തന്നെ താമസിക്കുന്നവർക്കും ആ പള്ളിയിൽ കയറാം. വൽ ബാദ്, അന്യ നാട്ടുകാർക്കും പള്ളിയിൽ കയറാം. അപ്പോൾ സ്ഥിരമായി താമസിക്കുന്നവരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും യാത്രക്കാരാണെങ്കിലും വിദേശികളാണെങ്കിലും എല്ലാവർക്കും എന്താണ്? സവാഅൻ, തുല്യമാണ് എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ് അടുത്ത്. ഇനി മസ്ജിദുൽ ഹറാമിലേക്ക് ആളുകൾ പുറത്തു വരുമ്പോൾ നിങ്ങൾ തടയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും? ശിക്ഷയുണ്ടാകുമെന്നാണ്. അപ്പൊ മസ്ജിദുൽ ഹറാമിന്റെ പവിത്രതയോടൊപ്പം തന്നെ ആ മസ്ജിദുൽ ഹറാം എന്നുള്ളത് ആരുടെയും കുടുംബ സ്വത്ത് അല്ല, ആരുടെയും കുടുംബ സ്വത്തല്ല, ആരുടെയും തറവാട് സ്വത്തല്ല. ഇത് അള്ളാഹുവിന്റെ ഭവനമാണ്. അതുകൊണ്ട് എല്ലാവർക്കും തുല്യാവകാശമാണുള്ളത് എന്ന് ഒരു ശൈലി അവിടെ പഠിപ്പിക്കണം. ശേഷം 26-ാമത്തെ ആയത്തിൽ വഇദ് ബവ്വഅനാ ഇബ്രാഹിം തുടങ്ങുന്ന ആയത്തിലെ അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ബവ്വഅ എന്ന് പറഞ്ഞാൽ സൗകര്യം ചെയ്തു കൊടുത്തു എന്നാണ്. സൗകര്യം ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ രൂപത്തിൽ തന്നെയാണ്. അത് വിശദീകരിക്കേണ്ട ഒരു പ്രയോഗമാണ്. ഇൻഷാ അല്ലാഹ് പിന്നെ സമയമുണ്ടെങ്കിൽ പറയാം. അപ്പൊ ബവ്വഅ എന്ന് പറഞ്ഞാൽ സൗകര്യം ചെയ്തു കൊടുത്തു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കഅബ നിർമ്മിക്കുവാനുള്ള സ്ഥലം സൗകര്യം കൂടി ചെയ്തു കൊടുത്തു. മക്കാനൽ ബൈത്തുൽ കഅബയുടെ സ്ഥലം. എന്നിട്ട് ഇബ്രാഹിം നബിയോട് കൊടുത്ത 2-3 കരാർ, ഒന്ന് അല്ലാ തുശ്രിക് ബി ശൈഅ, ശിർക്ക് വെക്കാൻ പാടില്ല. കഅബ നിർമ്മിക്കാൻ സൗകര്യപ്പെടുത്തി കൊടുത്തു എന്നാണ്. ആ സൗകര്യപ്പെടുത്തി കൊടുത്തപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു ചെയ്ത കരാർ, ഒന്ന് ശിർക്ക് വെക്കാൻ പാടില്ല, 2 വതഹീർ ബൈത്തിയ, വീട് ആ കഅബ ശുദ്ധീകരിക്കണം. ആർക്ക് വേണ്ടി? ലിത്വായിഫിന, ത്വായിഫീങ്ങൾക്ക് വേണ്ടി, തവാഫ് ചെയ്യുന്നവർക്ക് വേണ്ടി, വൽ ഖായിമീന, ഖായിമീങ്ങൾക്ക് വേണ്ടി, അള്ളാഹുവിന് സാഷ്ടാംഗം അർപ്പിക്കുന്നവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? അതിനെ വൃത്തിയാക്കണം. അപ്പൊ കഅബ പരിശുദ്ധമായി നിലനിർത്തണം എന്നും അള്ളാഹുവിന്റെ കരാറാണ്. എന്നിട്ട് 27-ാമത്തെ ആയത്തിലൂടെ പറയാണ് കൽപ്പിക്കാൻ, പ്രഖ്യാപനം. അദ്ദിൻ, അതാൻ നമ്മൾ കേൾക്കാറുണ്ടല്ലോ അല്ലെ? അതാൻ എന്ന് പറഞ്ഞാൽ ബാങ്കിനാണ് പറയാ, ശരിക്കും ആഹ്വാനം ചെയ്യുക എന്നാണ്. ആഹ്വാനം ചെയ്യുക. ഹജ്ജിന് വേണ്ടി ജനങ്ങളോട് എന്ത് ചെയ്യുക? ആഹ്വാനം ചെയ്യാൻ തയ്യാറാവുക. അവരപ്പോഴെങ്ങനെയാ വരിക? റിജാലൻ, നടന്നിട്ടാണ് അല്ലെ? അവര് നടന്നിട്ട് വരും. അപ്പൊ അന്ന് പറയുമ്പോ ഈ ഹജ്ജിന്റെ വിഷയം പറയുമ്പോ നമ്മൾ ഓർക്കേണ്ടത്, അന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹജ്ജിന്റെ പ്രഖ്യാപനം നടത്തും. ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ തരംഗങ്ങളൊന്നും ഇല്ലല്ലോ അല്ലെ? ബ്രോഡ്കാസ്റ്റ് മെസ്സേജിങ് സംവിധാനം ഒന്നും അന്നില്ലല്ലോ. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വാഭാവികമായും തോന്നിയിട്ടുണ്ടാവുന്നത്, ഞാനിപ്പോ ഇവിടുന്ന് ഹജ്ജിന് വേണ്ടി പറഞ്ഞാൽ ആരാ വരിക, എവിടുന്നാ വരിക, ആര് കേൾക്കാൻ, എവിടുന്ന് വരാൻ, എങ്ങനെ വരാൻ എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും. അപ്പൊ ഏതായാലും അല്ല പറയാണ്, നിന്റെ പണി, നിങ്ങളുടെ പണി എന്താണ്? വഅദ്ദിൻ, ജനങ്ങളോട് പ്രഖ്യാപിക്കൽ മാത്രമാണ്. ആളുകൾ എത്തിക്കേണ്ട പണി ആരുതാ? നമ്മുടേതാണ്, അള്ളാഹുവിൻ്റെതാണ്. അപ്പൊ ആളുകൾ എങ്ങനെ വരും? നടന്നിട്ട് വരുന്നവരുണ്ടാകും, നല്ല മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്ത് വരുന്നുണ്ടാകും. ലാമിറിന് ഒരുപാട് വിശദീകരണങ്ങൾ പണ്ഡിതന്മാർ കൊടുത്തിട്ടുണ്ട്. ഒന്ന് പറഞ്ഞത് യാത്രാക്ഷീണമുള്ള ഒട്ടകം എന്നാണ് ലാമിർ എന്നുള്ളതിന് ചിലർ വിശദീകരിച്ചത് അങ്ങനെയാണ്. ഏതായാലും ഒട്ടകപ്പുറത്തായി അവരെന്ത് ചെയ്യും? വരും ചില ആളുകൾ. എന്നാൽ വാഹനത്തിൽ വരും. ഇപ്പൊ അമേരിക്കയിൽ നിന്നും ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ആൾക്കാർ വരുന്നുണ്ടല്ലോ അല്ലെ? നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോകുന്നു, മറ്റു രാഷ്ട്രങ്ങളിൽ നിന്ന് പോകുന്നു. അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും വാഹനത്തിലായി. കുറെ കാലം മുന്നേ കപ്പലിലായിരുന്നു അല്ലെ? നടന്നിട്ടും കപ്പലിലും വിമാനത്തിലും വാഹനത്തിലും ഒക്കെയായി വരുന്നു. അപ്പൊ നടന്നിട്ട് വരാം, വാഹനപ്പുറത്ത് വരാം. അങ്ങനെ വിദൂരത്തുള്ള നിരവധി സ്ഥലങ്ങളുണ്ട്. ഏത് സ്ഥലത്തും, ഏത് മുക്കുന്ന മൂലയും, നമ്മള് മുക്കുമൂല എന്ന് പറയുന്ന പ്രയോഗം ഉണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ അല്ലെ? മുക്കുന്ന മൂലയിൽ നിന്നും ആൾക്കാർ വരുന്നതാണ്. ഇപ്പൊ എല്ലാ മുക്കിൽ നിന്നും മൂലയിൽ നിന്നും വാഹനത്തിലായും നടന്നിട്ടായും ആൾക്കാർ ഇവിടേക്ക് വന്നോളും. ഈ മസ്ജിദുൽ ഹറാമിലേക്ക് ഇവിടേക്ക് വന്നോളും. ഈ ബൈത്തുൽ അതീഖിലേക്ക്, പൗരാണിക വീട്ടിലേക്ക് വന്നോളും. നിന്റെ പണി എന്താ? വഅദ്ദിൻ, പ്രഖ്യാപിക്കൽ മാത്രമാണ്. ഇവിടെ നമുക്ക് ഒരുപാട് വിഷയങ്ങൾ. ഒന്ന്, അള്ളാഹുവിന്റെ കൽപ്പന നിറവേറ്റേണ്ടതാണ് നമ്മൾ, ബാക്കി അള്ളാഹുവിലേക്ക് അർപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ കേൾക്കുന്ന ഒരു ആയത്തിന്റെ ചെറിയൊരു ഭാഗമുണ്ടല്ലോ, എന്താണ്? നിങ്ങള് പിന്നെ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. അത് ഏതൊരു കാര്യമാണെങ്കിലും,
നല്ലൊരു കാര്യം നമ്മൾ തീരുമാനിച്ച് പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുൽ ഭരമേൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ശൈലി എന്നുള്ളതാണ് ഇൻഷാ അള്ളാഹ്. അപ്പോ 9:10 ആയി. എന്താണ് നിർത്താം അല്ലെ? 9 മണിയാണ് പറഞ്ഞ സമയം. അതിലെ ഒരു 6 മിനിറ്റോളം എന്റെ നെറ്റ്വർക്ക് പ്രയാസം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഒരു പള്ളിയിലാണ് ഉള്ളത്. അപ്പോ പിന്നെയാണ് ശരിയായത്. അപ്പൊ എന്താ വേണ്ടത്? ഇൻഷാ അള്ളാഹ് പറയൂ. ആരൊന്നും മിണ്ടുന്നാണെന്നില്ലല്ല. ഓക്കെ ഇൻഷാ അള്ളാഹ്. അപ്പോ പിന്നെ ഞാന് ഏതായാലും മൈൻഡപ്പ് ചെയ്യാണ്. ഇൻഷാ അള്ളാഹ്. നമ്മള് എത്ര പറഞ്ഞു? 27 പറഞ്ഞത്. അപ്പോ ഇൻഷാ അള്ളാഹ് അപ്പൊ നമ്മള് ക്ലാസ് നിർത്താണ്. അപ്പോ ഏതായാലും 27 പറഞ്ഞത്. ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ മൊത്തത്തിൽ ഒന്നുകൂടി ആറ്റിക്കുറുക്കി പറയാന്ന് വിചാരിക്കാണ് ഇൻഷാ അള്ളാഹ്. അപ്പോ ഏതായാലും അവസാനിപ്പിക്കുന്നു. ഞാൻ ആ പറഞ്ഞ PDF അയച്ചിട്ടില്ല. അത് ബോധപൂർവമല്ല, ചെറിയ ഒന്ന് രണ്ട് പ്രയാസപ്പെട്ടു പോയതാണ്. ഇൻഷാ അള്ളാഹ് നാളെ അയക്കാന്ന് വിചാരിക്കാണ് ഇൻഷാ അള്ളാഹ്. അള്ളാഹു നമ്മുടെ ഈ ലഭിച്ചാൽ നല്ല ഒരു അമലായി, നന്മയായി, പരലോകത്തേക്കുള്ള മുതൽക്കൂട്ടായി അള്ളാഹു നമുക്ക് ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അള്ളാഹു ആ രൂപത്തിലുള്ള സ്വർഗം നമുക്ക് ഈ ക്ലാസ്സിലൂടെ, ഈ പഠനത്തിലൂടെ ഇതിന് പകരമായി അള്ളാഹു നമുക്ക് സ്വർഗം പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.